1959 ഈ സ്റ്റെപ്പുകളെല്ലാം പണിതിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓരോ സ്ഥലത്തിൻ്റെ പിന്നിലും ആ പേരിന് കാരണമായിട്ടുള്ള ഓരോ കഥകളുണ്ടാവും അല്ലേ. അതുപോലെ ഈ മൈസൂർ എന്നുള്ള പേരിൻ്റെ പിന്നിൽ മഹിഷാസുരനായിരുന്നു. മഹിഷൻ പാർത്തിരുന്ന പ്രദേശത്തെ മഹിഷൻ്റെ ഊര് എന്ന അർത്ഥത്തിൽ മൈസൂരു എന്നാണ് പണ്ട് കാലത്ത് വിളിച്ചു പോന്നിരുന്നത്. അത് പിൽക്കാലത്ത് പിന്നീട് മൈസൂരു എന്നായി മാറുകയായിരുന്നു. ഇതാണ് മഹിഷാസുരൻ്റെ സ്റ്റാച്ചു. കഴിഞ്ഞ വർഷം വരെ ഏറ്റവും നല്ല ക്ലീനസ്റ്റ് സിറ്റിക്ക്, ഏറ്റവും വൃത്തിയുള്ള സിറ്റിക്ക് ഉള്ള പുരസ്കാരം വാങ്ങിയിരുന്നത് മൈസൂർ സിറ്റിയാണ്. പക്ഷേ ഈ വർഷം അത് മൈസൂർ സിറ്റിക്ക് നഷ്ടപ്പെടുകയുണ്ടായത്. ഇതുവരെ ഏറ്റവും നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു നഗരമായിരുന്നു മൈസൂർ നഗരം. നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഏരിയ ആയിട്ടുള്ള ചാമുണ്ഡി ഹിൽസിലാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3486 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈ മുൻപിൽ കാണുന്നതാണ് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രം 11ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഹൊയ്സാല രാജവംശം ആണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ചാമുണ്ടേശ്വരി ദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ക്ഷേത്രം 1827 കൃഷ്ണരാജ വോഡയാർ, ഇവിടുത്തെ മൈസൂർ രാജവംശത്തിലെ രാജാവായിരുന്ന വോഡയാർ രാജവംശത്തിലെ രാജാവായ കൃഷ്ണരാജ വോഡയാറാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ചത്. ഇവിടെ ധാരാളം ഭക്തജനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നൊരു ഏരിയയാണ്. എനിക്ക് തോന്നുന്നത് ഭക്തജനങ്ങളെല്ലാം കണ്ടി കൂടുതൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടാണ് ഇപ്പം മൈസൂരിലെ ചാമുണ്ഡി ഹിൽസ് അറിയപ്പെടുന്നത്. വിദേശികളടക്കം ഒരുപാട് പേര് ഇവിടെ നിത്യേന സന്ദർശിക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ദർശനത്തിൻ്റെ സമയം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചകളിലൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അതിനുശേഷം 7:30 നട തുറന്നു കഴിഞ്ഞാൽ രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ ദർശന സമയം. ഇനിയിപ്പം നിങ്ങളെ സ്വന്തം വണ്ടിയിൽ, കാറിലോ അങ്ങനെയൊന്നും അല്ലാതെ വരികയാണെങ്കിൽ, ടൂറിസ്റ്റ് വണ്ടിയിലൊക്കെ അല്ലാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടുത്തെ സിറ്റി സ്റ്റാൻഡിലെ KR സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടേക്ക് 201 നമ്പർ ബസ് എപ്പോഴും ഉണ്ട്. ഓരോ 15 മിനിറ്റിലും 15 മിനിറ്റ് ഇടവേള വെച്ചിട്ട് ഇവിടേക്ക് സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട് ചാമുണ്ഡി ഹിൽസിലോട്ട്. അപ്പം ഗൈസ് നമ്മളിപ്പം അവിടെ നിന്ന് ഹിൽസിൽ നിന്ന് പോന്നു. ഇവിടെ നമ്മൾ ചാമുണ്ഡിയിലുള്ളൊരു നല്ലൊരു വ്യൂ പോയിൻറ്റിലുള്ളത് 3486 അടി കടലിൽ നിന്ന് ഉയരത്തുള്ളൊരു വ്യൂ പോയിൻ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു വൈഡായിട്ട് തന്നെ കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റാണുള്ളത്. സാധാരണ അപ്പോൾ ഇതാണ് നമ്മളെ വ്യൂ പോയിൻ്റ്. പിന്നെ അത്യാവശ്യം നല്ല മൈസൂരിൻ്റെ ഫുൾ എല്ലാ സിറ്റിയും അടങ്ങി നിൽക്കുന്നത്, പാലസ് എല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ് ഇവിടെ. അപ്പം ഇതാണ് ഇപ്പോൾ മൈസൂരിൻ്റെ ഒരു വൈഡായിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം ഇവിടെ നിന്ന് നേരിട്ട് അനുഭവിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഒരു ഇത് മൈസൂരിൻ്റെ പാലസ്, കുതിരപ്പന്തയം നടത്തുന്ന ഗ്രൗണ്ട്, ഏകദേശം എല്ലാം ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ പാറ കൊണ്ടാണല്ലോ ഉണ്ടാക്കണത്. അവർ എല്ലാം മാർബിളിൻ്റെ പാറ കൊണ്ടാണ് ഇവർ ക്രിയേറ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം അവർ കല്ല് കൊത്തി ഗണപതി ആപ്പിളിൻ്റെ ലാപ്പ് യൂസ് ചെയ്യുന്നത് കാണാൻ കണ്ടോണ്ടിരുന്നത്. ഭയങ്കര ക്രിയേറ്റിവിറ്റി അല്ല ഇവിടെ. ചാമുണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ചാമുണ്ടിയിലോട്ടുള്ള വരുന്ന വഴിവെക്കിലുള്ളതാണ്. ഇതെല്ലാം ഗ്രാനൈറ്റ് ശിലകളാണ്, പാറക്കല്ലുകളല്ല, ഇതെല്ലാം ഗ്രാനൈറ്റ് ശിലകളാണ്. ഇത് ചാമുണ്ടി എന്ന് പറയുന്നത് റിസർവ് ഫോറസ്റ്റ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാനൈറ്റ് ഇതെല്ലാം പൊട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്നോ കൊണ്ടുപോയിട്ടുണ്ടാവും.
ഇതെല്ലാം ബ്രൗൺ കളറിലുള്ള ഗ്രാനൈറ്റ് ശിലകളാണ് ഈ മല മൊത്തമായിട്ടുള്ളത്. ഇപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചാമുണ്ടിയിൽ നിന്ന് നേരെ നമ്മൾ മൈസൂർ സിറ്റിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9 കിലോമീറ്ററോളം ചാമുണ്ടിയിൽ നിന്ന് മൈസൂർ സിറ്റിയിലോട്ട്. അവിടേക്ക് നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ റോഡ് പോകുന്ന വഴിയിലാണ്. മൈസൂർ സിറ്റിയിൽ തന്നെ സ്നോ വേൾഡാണ് ഈ കാണുന്നത്. മൈസൂരിൽ 2 സ്നോ വേൾഡാണുള്ളത്. അതിൽ മൈസൂർ സിറ്റിയിൽ സൂവിൻ്റെ തൊട്ടടുത്തുള്ള സ്നോ വേൾഡാണിത്. മൈസൂരിലെ സ്നോ വേൾഡാണ്. ഞങ്ങളിപ്പോൾ ചാമുണ്ടി ഹിൽസിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മൈസൂർ സിറ്റിയിൽ തന്നെയുള്ള സെയിൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രലിൻ്റെ മുമ്പിലാണുള്ളത്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ചർച്ചാണിത്. 173 അടിയാണ് ഈ പള്ളിയുടെ മൊത്തം ഉയരം എന്ന് പറയുന്നത്. ഒരു ഗോത്തിക് ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. കൈകൾ രണ്ടും കൂപ്പി വെക്കുന്ന ആ ശൈലി, ഗോത്തിക് ശൈലിയിലാണ് നിർമ്മാണം. സെയിൻറ്റ് ഫിലോമിനയുടെ പേരിലാണ് ഈ പള്ളി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സെയിൻറ്റ് ജോസഫിൻ്റെ പേരിലും കൂടിയാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രലിൻ്റെ അതേ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മറ്റൊരു ചർച്ചാണിത്. ഇവിടുത്തെ രാജാവായിട്ടുള്ള മുമ്മടി കൃഷ്ണരാജ വോഡയാറിൻ്റെ കാലഘട്ടത്തിൽ 1843 ആദ്യമായിട്ട് ഈ ചർച്ച് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പള്ളിയുടെ അൾത്താരയുടെ അടിഭാഗത്തായിട്ട് ഏകദേശം 1000-ഓളം പേരെ അടക്കം ചെയ്തിട്ടുള്ള ഒരു കാറ്റാക്കോമ്പ്, ഒരു കല്ലറയുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ മറ്റൊന്ന് ഈ രീതി എന്ന് പറഞ്ഞാൽ ഈ പള്ളി ശരിക്കും ക്രോസ് കുരിശിൻ്റെ ആകൃതിയിലാണ്. ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ശരിക്കും ഒരു കുരിശിൻ്റെ ആകൃതിയിലാണ്. മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പള്ളി ഒരു കുരിശ് കിടത്തി വെച്ചതുപോലെയാണ് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഈ പള്ളി ഏകദേശം 2 പ്രാവശ്യത്തോളമായിട്ട് പുതുക്കി പണിയുകയുണ്ടായി. നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും പുതിയ രീതിയിലായിട്ട് പുതുക്കി പണിത ഈ പള്ളിയാണ്. പക്ഷേ നമുക്ക് ഈ പള്ളിയുടെ അകത്തോട്ട് വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും നമ്മൾ കൊണ്ടുപോയിട്ടില്ല. ഇത് നമ്മൾ കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴിയിലായിട്ട് നമുക്ക് ദസറ എക്സിബിഷൻ ഗ്രൗണ്ട് കാണാൻ പറ്റും. ദസറ എന്ന് പറയുന്നത് കർണാടകയിൽ തന്നെ സാംസ്കാരികപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ദസറ. നവരാത്രി ദിനങ്ങളിലാണ് ഈ ദസറ ഇവർ കൊണ്ടാടുന്നത്. അന്ന് ശരിക്കും മൈസൂരിൻ്റെ വലിയൊരു ആഘോഷമായിട്ട് ഇവർ മൈസൂർ കർണാടകക്കാർ നല്ലപോലെ കൊണ്ടാടുന്നൊരു ആഘോഷമാണിത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മൈസൂർ പാലസിലോട്ടാണ്. അംബവിലാസ എന്ന പേരിൽ അറിയപ്പെടുന്ന വോഡയാർ പാലസിലോട്ടാണ് നമ്മൾ പോകുന്നത്. മൈസൂർ കൊട്ടാരങ്ങളുടെ നഗരി എന്നുള്ള പേരിലാണ് മൈസൂർ അറിയപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കൊട്ടാരമാണ് മൈസൂർ പാലസ് അല്ലെങ്കിൽ വോഡയാർ പാലസ് എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗേറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കൊട്ടാരത്തിൻ്റെ മെയിൻ കവാടം. ഇതിൻ്റെ അകത്തുകൂടെയാണ് രാജാവ് കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് എഴുന്നള്ളിയിരുന്നത്. ഇതുപോലെ തന്നെ ഈ കൊട്ടാരത്തിന് 5ഓളം കവാടങ്ങൾ വേറെയുണ്ട്. ഇതിൻ്റെ അകത്തോട്ടുള്ള എൻട്രൻസ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രവേശന ഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് ഏകദേശം ഒരാൾക്ക് 70 രൂപയാണ് വലിയവർക്ക് വരുന്നത്. കുട്ടികൾക്ക് 10 വയസ്സ് വരെ വരുന്ന കുട്ടികൾക്ക് അത് 30 രൂപയാണ് ടിക്കറ്റ്. നമ്മളിപ്പോൾ കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നത് മൈസൂർ പാലസാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന കൊട്ടാരം 1897 നിർമ്മാണം ആരംഭിച്ച 1912 പണി തീർത്തൊരു കൊട്ടാരമാണ്. ഏകദേശം 14 വർഷത്തോളം വേണ്ടി വന്നു. അന്നത്തെ 40 ലക്ഷത്തിൻ്റെ മുകളിൽ പൈസ വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം മൈസൂരിൽ പുതുതായിട്ട് ഉദയം ചെയ്ത ഒരു രാജവംശമാണ് വോഡയാർ രാജവംശം എന്ന് പറയുന്നത്. അവരുടെ ഔദ്യോഗിക വസതിയാണ് നമ്മൾ കാണുന്ന മൈസൂർ കൊട്ടാരം. ഇതിൻ്റെ നിർമ്മാണ ശൈലി എന്ന് പറയുന്നത് ഇന്തോ സാർസനിക് എന്നുള്ള നിർമ്മാണ ശൈലിയിലാണ്. ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് ആയിരുന്ന ഹെൻറി ഇർവിനാണ് ഇവിടുത്തെ രാജമാതയായിട്ടുള്ള റാണി വിലാസ സന്നിധാനയുടെ കൽപ്പന പ്രകാരം നമ്മളിപ്പോൾ ഈ കാണുന്ന കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളിലായിട്ടാണ് ഈ കൊട്ടാരം ഉള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇതിൻ്റെ 2 നിലകളിൽ മാത്രമേ പ്രവേശനമുള്ളൂ. ബാക്കി ഒരു വലിയൊരു ഭാഗം തന്നെ അവർ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പുറത്തെത്ര വെയിലത്തുനിന്ന് വന്നു കഴിഞ്ഞാലും അകത്തെത്തുമ്പോൾ ഒരു പ്രത്യേക തണുപ്പാണ് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ നിർമ്മാണ ശൈലിയാണ് ഇതിന് അത്തരത്തിൽ ആ തണുപ്പ് വരാൻ കാരണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊട്ടാരം ഒരു കാരണവശാലും തീ പിടിക്കില്ല. കാരണം ഈ കൊട്ടാരം ഇതിൻ്റെ മുമ്പ് പല നാട്ടുരാജ്യങ്ങളുടെ ആക്രമണത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1638 ഒരു ഇടിമിന്നലേറ്റ് കൊട്ടാരം ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട്. അതുപോലെ ഈ റാണി വിലാസ സന്നിധാനയുടെ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് തീ പടർന്നിട്ട് ഈ കൊട്ടാരം കത്തി നശിച്ചിട്ടുണ്ട്. അന്ന് പൂർണ്ണമായിട്ടും മരത്തിൽ നിർമ്മിച്ചൊരു കൊട്ടാരമായിരുന്നു ഇത്. ഇപ്പോൾ രാജാവിൻ്റെ കൂടെ അകമ്പടി സേവിച്ച 2 ആനകളുണ്ടായിരുന്നു. ആ ആനകളുടെ സ്റ്റാച്ചു
അല്ലെങ്കിൽ സ്റ്റഫ് ചെയ്ത്, അതുപോലെ തന്നെ സ്റ്റഫ് ചെയ്ത് ഒരു ഈ ആനയുടെ മസ്തകമാണ് നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ രണ്ട് വശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കൊട്ടാരത്തിന് വലിയൊരു നടുമുറ്റാണുള്ളത്. ഈ നടുമുറ്റം ഗോതയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അവർ ദസറ സമയത്തെല്ലാം അവർ മല്ലയുദ്ധത്തിന് വേണ്ടി ഗോതയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വലിയ നീണ്ട ഇടനാഴികളാണ് കൊട്ടാരത്തിന് ചുറ്റും. അതിലൂടെ നമ്മൾ നടന്നിങ്ങനെ കാഴ്ചകളെല്ലാം കാണുന്നത് നീണ്ട ഇടനാഴികളിലൂടെയാണ്. ഒരേപോലത്തെ ഒരു ആർച്ച് ഡിസൈനിലെല്ലാം ചെയ്തിട്ടുള്ള നല്ല നീണ്ട ഇടനാഴിയാണത്. ഈ കൊട്ടാരത്തിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഇത് കല്യാണ മണ്ഡപം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് രാജാവിൻ്റെ മുമ്പിൽ പ്രജകൾക്ക് അവരെ കലാപരമായിട്ടുള്ള കഴിവുകൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാണത്. സംഗീതമായാലും നൃത്തമായാലും അത്തരത്തിലുള്ള ഒരു വേദിയായിട്ടാണ് ഈ കല്യാണ മണ്ഡപം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്. കൊട്ടാരത്തിൻ്റെ നമ്മൾ കയറി ചെല്ലുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആകർഷിക്കുന്ന വലിയൊരു ഏരിയ, വലിയ നീണ്ട തൂണുകളും വലിയ മേൽക്കൂരയൊക്കെ ആയിട്ടാണത്. ഇവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു പഴയകാല ഓർമ്മകളിലോട്ട് നമ്മളെ ഇത് കൂട്ടിക്കൊണ്ടുപോകും. കൊട്ടാരത്തിൻ്റെ അകത്തൂടെ നടന്ന് കാണുന്ന ഈ കാഴ്ചകളിങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെ തോന്നും. ഒരുപാട് കാലം പിന്നിലോട്ട് നമ്മൾ പോയൊരവസ്ഥയാണ്. ഇതിൻ്റെ നിലത്തുള്ള ടൈൽസ് കണ്ടോ? ഇതെല്ലാം ടൈൽസാണ്. ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കിയൊന്നുമല്ല. 1897 കാലഘട്ടങ്ങളിലാണ് ഈ നിലത്ത് ടൈൽസ് വിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് നേരെ വരുന്നത് അവരെ ഒരു ചിത്രങ്ങളെല്ലാം, അവിടെ രാജകുടുംബത്തിലെ എല്ലാവരും ചിത്രങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഫോട്ടോഗ്രാഫി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എല്ലാം ഡ്രോയിങ് ആണ്, നല്ല പോലെ വരച്ച ഡ്രോയിങ് ആണ്. രാജാരവിവർമ്മ ഉൾപ്പെടെ വരച്ച ചിത്രങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. സിദ്ധലിംഗപ്പ എന്ന് പറയുന്ന കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഇതിൽ കാണുന്ന ഈ സാരി എടുത്ത സ്ത്രീയില്ലേ, ആ ഫോട്ടോയിൽ കാണുന്നത്, അതാണ് റാണി വിലാസ സന്നിധാന. ഇവരെ രാജമാതാവായിരുന്നു അവർ. ഇത് ആമാടപ്പെട്ടികൾ സൂക്ഷിക്കുന്നൊരു ഭാഗമുണ്ട് ഈ കൊട്ടാരത്തിൽ. ഇവിടെ മുഴുവനായിട്ട് ആഭരണപ്പെട്ടികളാണ്. അന്നത്തെ കാലത്ത് ആഭരണങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്ന പെട്ടികളും അതുപോലെ തന്നെ വിളംബരങ്ങൾ അറിയിക്കാനായിട്ടുള്ള ഈ സന്ദേശങ്ങളെല്ലാം വെക്കുന്ന ചെറിയൊരു പൈപ്പ് പോലത്തെ ചെറിയൊരു കോയിൽ പോലത്തെ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചില കണ്ണാടികളെല്ലാം അങ്ങനെ ഒക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു റൂമാണിത്. നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ ഇടനാഴിയിലൂടെ അങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരുപാട് പള്ളിയറകളൊക്കെ ഉണ്ട്. 2 സൈഡിലായിട്ട് ഒരുപാട് പള്ളിയറകളുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ നടന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഡ്രസ്സിങ് റൂമിലോട്ടാണ്. ചെയർ റൂം എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് ആദ്യകാലത്ത് കൊട്ടാരത്തിലെ അവരുടെ ഡ്രസ്സിങ് റൂമായിട്ടാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയർ റൂമാണ്. ഇവിടെ കുറച്ച് ചെയറുകളെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു ചെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ഫടികത്തിൻ്റെ കാലുകളാണ്. അതിൻ്റെ 4 കാലുകളും സ്ഫടികം കൊണ്ടുണ്ടാക്കിയതാണ്. അതുപോലെ വലിയ 2 ആനക്കൊമ്പുകൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിംഹാസനം പോലെ ഒരു ചെയർ അവിടെ ഉണ്ട്. പക്ഷേ ഇത് ഇവിടുത്തെ സിംഹാസനമല്ല. ഇവിടുത്തെ സിംഹാസനത്തിൻ്റെ പേര് ചിന്നട സിംഹാസനം എന്നാണ്. ഇത് ദസറയുടെ അന്ന് മാത്രമേ ഇവിടുത്തെ സിംഹാസനം പുറത്തോട്ട് പൊതുജനങ്ങൾക്കായിട്ട് കാണാനായിട്ട് പ്രദർശിപ്പിക്കാറുള്ളൂ. ഇതിൽ ചുമരിലെല്ലാം ദസറ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെ സാംസ്കാരികപരമായിട്ട് വലിയൊരു ആഘോഷമാണ്. അതിൻ്റെ പെയിൻറ്റിങ്സുകളാണ് ഇത് കൊട്ടാരത്തിൻ്റെ ചുമരുകളിലെല്ലാം വരച്ചിരിക്കുന്നത്. ഈ ദസറക്കായിട്ട് അവർ വെടിമരുന്ന് ഉപയോഗിച്ചിട്ട് പീരങ്കി പൊട്ടിക്കാറുണ്ട്. അതിനായിട്ട് ഉപയോഗിക്കുന്ന പീരങ്കികളാണ് ഇപ്പോൾ ഈ വെച്ചിരിക്കുന്നതെല്ലാം. ഇന്ന് ദസറ ദിനത്തിലെല്ലാം ഈ പീരങ്കികളെല്ലാം അവർ ഒരു ആചാര വെടി പോലെ ഇതെല്ലാം പൊട്ടിക്കാറുണ്ട് ദസറയുടെ സമയത്ത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇതിൽ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഏകദേശം 740ഓളം കിലോ ഉള്ള അമ്പാരിയാണ്. ആനപ്പുറത്ത് ചാമുണ്ഡി ദേവിയുടെ പ്രതിഷ്ഠ വെച്ചിട്ട് ദസറ ദിനത്തിൽ രാജാവ് ചാമുണ്ടിയിൽ നിന്ന് നേരെ ഇവിടെ ബെന്നിമണ്ഡപം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ വരെ ആനപ്പുറത്ത് എഴുന്നള്ളും. അത് ഈ അമ്പാരിയിലാണ്.
ഇത്തരത്തിലുള്ള ഒരുപാട് തൂക്ക് വിളക്കുകൾ പാരീസിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവർക്ക് സമ്മാനമായിട്ടുള്ള തൂക്ക് വിളക്കുകൾ ഇവിടെ ഒരുപാട് കൊട്ടാരത്തിലുണ്ട്. ഇത് കൃഷ്ണരാജ വോഡയാർ നാലാമൻ്റെ, നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ അകത്തൂടെ നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പെല്ലാം കയറി മുകളിൽ വരുമ്പോൾ കൃഷ്ണരാജ വോഡയാർ നാലാമൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ജീവനുള്ള ഒരു ആളാണോ എന്ന് പോലും നമുക്കൊരു പെട്ടെന്ന് കയറി വരുന്ന സമയത്ത് കണ്ടാൽ തോന്നും. അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് നേരെ വരുന്നത് പബ്ലിക് ദർബാർ ഹാളിലോട്ടാണ്. കൊട്ടാരത്തിൻ്റെ അകത്തുള്ള തന്നെ പബ്ലിക് ദർബാർ ഹാളിലോട്ടാണ്. വളരെ മനോഹരമായിട്ട് ഉള്ളൊരു വലിയൊരു ഹാളാണിത്. ഇതിൻ്റെ തൂണുകളൊക്കെ ഒരിക്കലും നമുക്ക് ഒരുപാട് സമയം നമ്മളിങ്ങനെ വെറുതെ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ. ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള തൂണുകളും മേൽക്കൂരയൊക്കെയാണ് ഇതിനുള്ളത്. ഇവിടെ വെച്ചിട്ടാണ് രാജാവ് അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും അതുപോലെ തന്നെ രാജാവിൻ്റെ സേനകൾ കുതിരപ്പട, കാലാൾപ്പട, അതായത് അശ്വാരൂഢ സേന, പിന്നെ ആനപ്പുറത്ത്, അങ്ങനെ എല്ലാവിധ സേനകളെയും രാജാവ് അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ മൈസൂർ എന്നുള്ള രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് ചുറ്റിലും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരു ഗാലറി പോലെ തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ ഈ കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് ഈ സഭാ നടപടികളും കാര്യങ്ങളെല്ലാം നോക്കി കാണാൻ മുകളിൽ ഒരുപാട് കിളിവാതിലുകളുണ്ട് ഇതിന് ചുറ്റും. ഇവിടെ ഒന്ന് രാജാവിനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ മുറ്റാണ് വശത്ത്. ഇതിൽ എല്ലാ കാഴ്ചകളും അവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി നമ്മൾ നേരെ രാജധാനിയിലോട്ടാണ് കിടക്കുന്നത്. രാജധാനിയിലോട്ട് കിടക്കുമ്പോഴുള്ള വാതിലാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വാതിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻലെയർ വർക്കാണ്. ഏറ്റവും മൂല്യം കൂടിയ ഒരു വാതിലാണത്. ഈട്ടിത്തടിയിൽ ആനയുടെ കൊമ്പാണ് ഇതിൽ വെള്ള കളറിൽ കാണുന്നത്. ഈട്ടിത്തടിയിൽ ആനക്കൊമ്പ് വെച്ചിട്ടാണ് ഈ കൊട്ടാരത്തിൻ്റെ ഈ വാതിൽ, രാജധാനിയിലോട്ടുള്ള ഈ വാതിൽ ചെയ്തിരിക്കുന്നത്. അതിലൊരുപാട് ചിത്രപ്പണികൾ കൊത്തി വെച്ചിട്ടുണ്ട് ആനക്കൊമ്പ് വെച്ചിട്ട്. ഇത് സാധാരണ നമ്മൾ ഈ കൊട്ടാരത്തിൽ വരുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നൊരു വാതിലാണ്. ഇത് രാജധാനിയുടെ മേൽക്കൂരയാണ്. എല്ലാം മരത്തിലാണ്. ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് നല്ല മരത്തിലാണ്. അത്രമാത്രം കൊത്തുപണികൾ വെച്ചിട്ട് മരത്തിൽ ചെയ്തിരിക്കുകയാണ്. ഇതാണ് അവരുടെ രാജധാനി. അതായത് രാജാവ് സഭ കൂടുന്ന സഭാ നടപടികൾ, അവരെ ഔദ്യോഗിക കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന രാജാവും മന്ത്രിമാരും സേനാനായകന്മാരും അവരെ എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ദസറയുടെ അന്ന് മാത്രം അവിടെ സിംഹാസനം പ്രദർശിപ്പിക്കും. അല്ലാത്ത ദിവസം നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ സാധാരണ ദസറയ്ക്ക് എല്ലാ വർഷവും ഇവിടെ രാജസിംഹാസനം, ചിന്നട സിംഹാസനം പ്രദർശിപ്പിക്കാറുണ്ട്. ഇത്രയാണ് ഈ കൊട്ടാരത്തിൽ നമുക്കിപ്പം കാണാനുള്ള കാഴ്ചകൾ. പണ്ട് സമയത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. കൊട്ടാരത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പുറത്തിറക്കുമ്പോൾ കാണുന്ന ഒരു ഫോട്ടോ ആണിത്. ഇത് ഇവിടുത്തെ വോഡയാർ രാജവംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 14-ാം നൂറ്റാണ്ട് തുടക്കം കുറിച്ച് ഈ രാജവംശത്തിലെ ഏറ്റവും അവസാനത്തെ രാജാവാണ് ശ്രീകണ്ഠദത്ത നരസിംഹ വോഡയാർ. ഇദ്ദേഹം 2013 മരിച്ചുപോയി. അതോടുകൂടി ഈ രാജവംശത്തിൽ ആൺമക്കളില്ലാത്തത് കൊണ്ട്, ഇദ്ദേഹത്തിന് ആൺമക്കളൊന്നും ഇല്ലാത്തത് കൊണ്ടും മറ്റു പെൺകുട്ടികളൊന്നും ഇല്ലാത്തതോടുകൂടി ഈ രാജവംശം ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനായിട്ടുള്ള യദുവീർ കൃഷ്ണയെ ദത്തെടുക്കുകയും അദ്ദേഹത്തെ പുതിയ രാജകുമാരനായിട്ട് യദുവീർ കൃഷ്ണ വോഡയാർ എന്ന പേരിൽ പുതിയ രാജകുമാരനാക്കുകയും ചെയ്തു. ഏകദേശം ഈ വോഡയാർ രാജവംശം 1399 മുതൽ 1947 വരെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ മൈസൂർ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കൊരു 36 വർഷത്തോളം ടിപ്പു ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. മൈസൂരിൻ്റെ ഭരണാധികാരി മൈസൂർ കടുവയായിരുന്ന ടിപ്പു സുൽത്താനായിരുന്നു. ടിപ്പുവിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും താല്പര്യം ടിപ്പുവിൻ്റെ ചരിത്രങ്ങളും ടിപ്പുവിൻ്റെ കഥകളെല്ലാം കേൾക്കാനായിരിക്കും. നമ്മൾ തീർച്ചയായിട്ടും ടിപ്പുവിൻ്റെ ശ്രീരംഗപട്ടണത്തോട്ട്, ടിപ്പുവിൻ്റെ കോട്ടയും കൊട്ടാരങ്ങളെല്ലാം കാണാൻ വേണ്ടി ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ ഇനി അടുത്തത് മൃഗശാലയിലോട്ടാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ പോകുന്നുണ്ട് അങ്ങോട്ട് ശ്രീരംഗപട്ടണത്തോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് കൂടുതൽ ചരിത്രങ്ങളെല്ലാം അവിടെ ഉറങ്ങിക്കിടക്കുന്ന ശ്രീരംഗപട്ടണത്തിൻ്റെ മണ്ണിലോട്ട് നമ്മൾ പോകുന്നുണ്ട്.